ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി തേങ്ങാച്ചോറാണ് കേട്ടോ. തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കാരുടെ തേങ്ങാച്ചോറ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു തേങ്ങാച്ചോറാണിത്. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിന് ബിരിയാണി അരിയോ നെയ്ച്ചോറ് അരിയോ ഒന്നും ആവശ്യമില്ല. സാധാ ചോറ് വെക്കുന്ന അരിയില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകിയതും, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, പിന്നെ ഒരു സവാള. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി തൊലിച്ചത് ഒരു 10-20 ഉണ്ടാവും, അതും കൂടി ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. 3 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എടുക്കുക. പക്ഷേ ഇതിലേക്ക് 1 കപ്പ് ഏറെ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ തേങ്ങയിലേക്ക് കൂട്ടിയിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇന്നൊരു കുക്കറിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി മഞ്ഞ കളർ വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 3 കപ്പ് അരിയിലേക്ക് 7 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിയുടെ വേവിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചില അരി നല്ല വേവായിരിക്കും, അപ്പോൾ നമുക്ക് ഇതിലേറെ കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും. എൻ്റെ അരി പാകത്ത് വേവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പോൾ വേവിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള തേങ്ങ അരക്കുമ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് അരക്കരുത്, ചെറുതായിട്ട് തരിതരിപ്പുള്ള പോലെ അരച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചോറാണിത്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് കൂടി ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവ് വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചോറാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയതോ 2 പപ്പടവും ഉള്ളിയച്ചാറും കൂടി ഉണ്ടായാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉള്ളിയച്ചാറ് എന്താണെന്നറിയില്ലേ? സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിലേക്ക് വിനീഗറും ഉപ്പും ചേർത്തുണ്ടാക്കുന്നതാണ് ഉള്ളിയച്ചാറ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ തേങ്ങാച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.